നമുക്ക് കൊച്ചിയിലേക്കൊന്ന് പോകണം. അവിടെ കൊച്ചി കോർപ്പറേഷൻ ഭരണം പിടിക്കാനായെങ്കിലും മേയർ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ആടി ഉലയുകയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. അതായത് ദീപ്തി മേരി വർഗീസിനെ പാടെ തള്ളിയതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയതിൽ ലീഗിനും അമർശമുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് വല്ലാത്തൊരു പൊല്ലാപ്പിലാണ്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും നിഷ ദിലീപ്. നിഷ, ഈ ഇടുക്കിക്ക് പിന്നാലെ അവിടെയും കൊച്ചിയിലും ഒരു വലിയ പൊട്ടിത്തെറി കോൺഗ്രസിൽ. അത് ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചാലും അങ്ങനെയാണ്, ഇലക്ഷന് മുൻപും അങ്ങനെയാണ്, പിൻപും അങ്ങനെയാണ്, ഇനി ഭരണം കിട്ടിയാലും അങ്ങനെയാണ്. കോൺഗ്രസിൽ ആകെ മൊത്തം ഒരു പൊട്ടിത്തെറി കാലമാണ്. എന്താണ് ഇതിന് ആസ്പദമായ ഒരു സംഭവം? എന്തായാലും ഈ ദീപ്തിയുടെ അതൃപ്തി എങ്ങനെയായിരിക്കും ഈ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുക? പ്രത്യേകിച്ച് KPCCയുടെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് ഈ ദീപ്തി മേരി വർഗീസ്. അപ്പോൾ അവരെ തഴയുമ്പോൾ വലിയൊരു അമർഷത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പം മുസ്ലിം ലീഗിന് എന്താണ് ഇത്ര വിഷമം, നിഷ? അശ്വതി, ഈ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമാണ്. പ്രത്യേകിച്ചും ഈ മേയർ സ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ തന്നെ അക്കാര്യം പ്രകടമായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഭിന്നത, കോൺഗ്രസിനുള്ളിലെ ഭിന്നത തന്നെ മറനീക്കി പുറത്തു വന്നു. പല വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞാണ് ഇവർ തമ്മിലടിക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊച്ചി മേയർ ആര് എന്നുള്ള ഒരു കാര്യം. അതായത് തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിയതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൽ ഇത്തരം ചർച്ചകളായിരുന്നു. ഇതിൽ പലരുടെയും പേരുകൾ, ഇതിൽ പ്രധാനമായി ഉണ്ടായിരുന്ന പേര് എന്ന് പറയുന്നത് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിൻ്റെതാണ്. അവർ മേയറാകുമെന്ന്, അതായത് അവർക്ക് കോൺഗ്രസ് ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ അതിനെ മറികടന്നാണ് AI ഗ്രൂപ്പുകൾ ദീപ്തിയുടെ പേര് വെട്ടിയത്. എന്തായാലും ഇതിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ KPCC ആണ് നിർണായക തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ കൊച്ചിയിൽ അങ്ങനെ സംഭവിച്ചില്ല. കൊച്ചിയിൽ സംഭവിച്ചത് ഈ ഗ്രൂപ്പുകളുടെ മുതിർന്ന നേതാക്കൾ കൗൺസിലർമാരെ കാണുകയും അവരിൽ നിന്ന് ഒരു അഭിപ്രായം ശേഖരിക്കുകയും പിന്നീട് ഒരാളുടെ പേര് കൃത്യമായി പറയുകയും ആ രീതിയാണ് ഉണ്ടായത്. ഈ തന്റെ അതൃപ്തി ദീപ്തി മേരി വർഗീസ് KPCC അറിയിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫിന് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവർ പറയുന്നത് KPCC ജനറൽ സെക്രട്ടറിയെ തന്നെ ഒഴിവാക്കിയാൽ എങ്ങനെ എന്ന ദീപ്തിയുടെ ഒരു ചോദ്യമുണ്ട്. അത് തന്നെ കോൺഗ്രസിലെ ഭിന്നത പ്രകടമാക്കുന്ന ഒന്നാണ്. ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഈ UDFനെ മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ നയിച്ചതും ഇത്രയും സീറ്റുകളൊക്കെ നേടിയെടുക്കാനൊക്കെ സഹായിച്ച ഒരു പ്രധാന വ്യക്തിത്വം തന്നെയായിരുന്നു ദീപ്തി മേരി വർഗീസ്. അവരെ വെട്ടിക്കൊണ്ടാണ് ഈ AI ഗ്രൂപ്പുകൾ ചേർന്ന് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം പോലും ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞില്ല. ദീപ്തി മേരി വർഗീസിനെ ഇത്രയും കാലം അവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരെ തീർത്തും തഴയുകയായിരുന്നു. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങി. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഈ VD സതീശനോ KC വേണുഗോപാലിനോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ലത്തീൻ സഭയെ പിണക്കാൻ ഇവരാരും തയ്യാറല്ല. അതിന്റെ ഒരു സമ്മർദ്ദ ഫലം തന്നെയാണ് ദീപ്തിയെ വെട്ടാൻ കാരണം. അത് നമുക്ക് സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും തന്റെ കടുത്ത അതൃപ്തി ദീപ്തി KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം ദീപ്തിക്ക് ഈ മെട്രോപൊളിറ്റൻ സൊസൈറ്റിയുടെ അധ്യക്ഷ സ്ഥാനം, GCDA പോലുള്ളൊരു സൊസൈറ്റിയാണ്, മെട്രോപൊളിറ്റൻ നഗരങ്ങളിലുള്ളതാണ്, മെട്രോപൊളിറ്റൻ സൊസൈറ്റിയുടെ അധ്യക്ഷ സ്ഥാനം നൽകാമെന്നൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനോട് ദീപ്തി പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ദീപ്തി മേരി വർഗീസ് താമസിക്കുന്ന തന്നെ ഇക്കാര്യത്തിൽ തന്റെ അതൃപ്തി അവർ പ്രകടമാക്കിയിരുന്നു. എന്തായാലും ഇനിയുള്ള തീരുമാനം ദീപ്തി മാധ്യമങ്ങളോട് പറയും. എന്തായാലും നമ്മളിപ്പോൾ അവരെ കാത്ത് ഇവിടെ നിൽക്കുകയാണ്. അശ്വതി, ശരി നിഷ, എന്തായാലും കോൺഗ്രസിൽ ഒരു വലിയ പോരിന് തുടക്കം വെച്ചിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസ്. ദീപ്തിയുടെ അതൃപ്തി ഇനി എങ്ങനെ AIKC ഗ്രൂപ്പുകൾ ഏറ്റെടുക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. നിഷയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കോർപ്പറേഷൻ ഭരണം പിടിക്കാനായെങ്കിലും അവിടെ മേയർ സ്ഥാനത്തെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ്. എന്തായാലും ഇത് ആദ്യ സംഭവമൊന്നുമല്ല. ഇതിനു മുൻപും ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുമ്പോഴാകട്ടെ, അതിന് മുൻപായിക്കോട്ടെ, ഭരണം കിട്ടിയാലാകട്ടെ, ഈ പൊട്ടിത്തെറി കോൺഗ്രസിൽ ഇപ്പോൾ സ്ഥിര സംഭവമായിരിക്കുകയാണ്.